അപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പാക്ക് വിഗ്രഹങ്ങളുടെ കച്ചവടമായിരുന്നു എന്ന് പറഞ്ഞതാണ്. അതായത് വളരെ ചെറിയ കാലമായിട്ടുള്ളൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അവരിൽ തൗഹീദ് പറഞ്ഞിട്ട് എന്തോ ഒരു മടിയാവൽക്ക് വരാൻ. അവസാനം ജന്മനാട് ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോകേണ്ടി വന്നു. അനുചരന്മാർ ഹബസീനിയയിലേക്ക് പോയി, മുത്തുനബി ത്വായിഫിലേക്ക് പോയി. എവിടെയും നിൽക്കാൻ കഴിയാതെ അവസാനം മദീനയിലേക്ക് മടങ്ങി വരില്ല എന്ന തീരുമാനത്തോടുകൂടെ യാത്ര ചെയ്തതാണ് ഹിജ്റ എന്ന് പറയുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന് വന്നു. അന്ന് അബൂ ഖുഹാഫ ഇസ്ലാം മതം സ്വീകരിക്കലുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശൈത്താനിയായ വിഷയത്തിൻ്റെ രസം വേഗം പരക്കും, ഇലാഹിയായ വിഷയത്തിൻ്റെ രസം സാവകാശാണ്. അത് വലിയൊരു തൗഫീഖാണ്. ഇലാഹിയായ വിഷയത്തിൻ്റെ രസം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു തൗഫീഖാണ്. അത് ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു തൗഫീഖ് ഉണ്ടാവും. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആൾക്കാരുണ്ട്. അതിൽ 4 ആള് 4 ഖലീഫമാരാണ്. 4 ആള് 4 ഖലീഫമാർ കഴിച്ചാൽ ബാക്കി 6 ആളും ഇസ്ലാമിലേക്ക് വരുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേനയാണ്. അതാണ് തൗഫീഖ് പറഞ്ഞത്. 10 ആൾക്കാർക്കാണ് സ്വർഗം എന്ന് പുന്നാര നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ 4 ആൾക്കാർ 4 ഖലീഫമാരാണ്. അതിലൊന്ന് അബൂബക്കർ സിദ്ദീഖാണ്. ബാക്കി 3 ആളുള്ളത് റളിയല്ലാഹു അൻഹു. ബാക്കി 6 ആൾക്കാരുണ്ട്. വബിത്വൽഹത്തിൻ സുമ്മ സുബൈരി വസഅദിഹിം വസഈദിഹിം ദിൽ മജ്ദി വല്ലാലായി വബിബ്നി ഔഫിൻ മൻ സമാ ഫലകൽ ഉലാ വഅബി ഉബൈദത സയ്യിദിൽ ഉമനായി ഉംനുൻ അലയ്യ ബിതൗബത്തിൻ മഖ്ബൂലത്തിൻ തംഹു ബിഹാ അന്നി അളീമ ഖതായി റിളവാനു റബ്ബി ദായിമൻ യഗ്ശാഹും മാനാത്തിൽ വർഖാഉ ബിൽ ബത്ഹായി. അതാണ് 6 ആൾക്കാർ. ഈ 6 ആൾക്കാരും ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാമിലേക്ക് വന്നവരാണ്. അതാണ് തൗഫീഖ് പറഞ്ഞത്. അത് തൗഫീഖാണ്. അപ്പോൾ ഹിദായത്ത് വലിയൊരു തൗഫീഖാണ്. അതേ സമയത്ത് ശൈത്വാനിയത്ത് വേഗം പിടികൂടും. അതുകൊണ്ട് നമ്മുടെ മക്കളെ നല്ലോണം നോക്കണം എന്ന് പറയാം.